നമ്മളിൽ ഒരു 90% വരും ബിസ്ക്കറ്റ് കഴിക്കുന്നവരായിരിക്കും അല്ലേ? പോട്ടെ, നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സ്നാക്ക് ബോക്സിൽ ബിസ്ക്കറ്റ്സ് സ്നാക്കായിട്ട് കൊടുത്തു വിടുന്നവരായിരിക്കും അല്ലേ? ഇത് ചെറിയ കുട്ടികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, പ്രീ ഡയബറ്റിക് ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്ന ഒരു 90% ആളുകൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ ഡയബറ്റീസ് വരുന്നതെന്നറിയോ? നമ്മുടെ ഈ ബിസ്ക്കറ്റിലുള്ള മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്ന് റിഫൈൻഡ് ഫ്ലോറും ഒന്ന് ഷുഗറുമാണ്. ഈ റിഫൈൻഡ് ഫ്ലോർ എന്താണെന്നറിയോ? നമ്മുടെ മൈദ. ഈ മൈദ എങ്ങനെയുണ്ടായി വരുന്നത്? അതിലുള്ള ന്യൂട്രിയൻസും ഫൈബേഴ്സും എല്ലാം കളഞ്ഞിട്ട് വരുന്ന ഒരു ഫ്ലോറാണ് ഈ റിഫൈൻഡ് ഫ്ലോറായിട്ട് മൈദയ്ക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ്. എന്താണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നറിയോ? ഒരുപാടായിട്ട് ഇപ്പം ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞ ടേം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ? ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ജസ്റ്റ് ഒരു 0 മുതൽ ഒരു 100 വരെയുള്ള ഒരു റാങ്കിങ്ങിനെയാണ് നമ്മൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു റാങ്കിങ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഈ മൈദയ്ക്ക് എത്രയാണെന്നറിയോ? 70 to 89 ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. പിന്നെ ഷുഗറിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഈ ആഡ് ചെയ്യുന്ന ഓരോ ഷുഗറിനനുസരിച്ച് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും കുറയും ചെയ്യും. അപ്പോൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച ശരീരത്തിൽ അത് പെട്ടെന്ന് ദഹിക്കും, ഡൈജഷൻ പെട്ടെന്ന് നടക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടുകയും ചെയ്യും. ഓക്കെ, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം കഴിച്ചാലോ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നടക്കുക അല്ലേ? ഡൈജഷനൊക്കെ മെല്ലെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗ്രാജുവൽ മെല്ലെ ഒരു ഇൻക്രീസ് മാത്രമേ, റാപ്പിഡ് ഇൻക്രീസ് ഉണ്ടാവില്ല, മെല്ലെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈദയ്ക്ക് അതൊരു 89 ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത്രമാത്രം കൂടുതലാണല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഷുഗറും. ഇതാണ് അധിക ബിസ്ക്കറ്റ്സിലുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു പാക്കറ്റൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത്, ഈവൻ നമ്മളായാലും കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ അഡൽട്ട്സിന് വരുന്നൊരു അസുഖമാണ് ടൈപ്പ് 2 ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അതൊരു 15 വയസ്സാകുമ്പോഴത്തേനും കുട്ടികളിലാണ് ഡയബറ്റിസ് വരുന്നത്. അതിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ഈ ബിസ്ക്കറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് മാത്രമെന്നല്ല, ഇറ്റ് ഈസ് എ പാർട്ട്. ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ടും ഇങ്ങനെ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഇത് കഴിക്കാൻ പാടില്ല, ഇതിങ്ങനെ വലിയ രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.